പുന്നാര സുഹൃത്തുക്കളെ, നമ്മുടെ സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് വേണ്ടി ഒരു ശബ്ദമായി ഉയർന്നു വന്നിരുന്ന മാലാ പാർവതി എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വിൻസി കൊടുത്ത പരാതിയിൽ വിൻസിക്കെതിരെ പരാമർശനം നടത്തി. അതായത് ഈ പറയുന്നൊക്കെ ജല്ലി പില്ലി തമാശകളാണ്, ഈ തമാശകളൊന്നും കാര്യമായിട്ട് എടുക്കേണ്ടത്, നമ്മൾ സീരിയസ് ആയിട്ടുള്ള കാര്യം സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. ഒരു കളി തമാശ പോലും മനസ്സിലാകത്തില്ല. എന്തെങ്കിലും ഒന്ന് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഇന്നാൾ ആരോ പറഞ്ഞിട്ട് ബ്ലൗസ് ഒന്ന് ശരിയാക്കണം, ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് ഭയങ്കര സ്ട്രെസ്സായി പോയി, എല്ലാം അങ്ങ് തകർന്നു പോയി, അങ്ങനെയൊക്കെ എന്താ പടാന്ന് പറഞ്ഞാൽ പോരെ. ഒരു ആണ് വന്നിട്ട് നിന്റെ ബ്ലൗസ് ഇറങ്ങി കിടക്കുന്നു അല്ലെങ്കിൽ തുറന്നു കിടക്കുന്നു, ഞാൻ ഇട്ട് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതി എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഈ സാധനം വലിയ രീതിയിലുള്ള വിമർശനവും ചർച്ചയൊക്കെ ആയപ്പോഴത്തേനും പുള്ളിക്കാരി നേരെ പ്ലേറ്റ് അങ്ങ് മാറ്റിയ പ്ലേറ്റ് കേൾപ്പിച്ചു തരാം. അതാണ്. അപ്പൊ നമുക്ക് ഈ വിൻസിയുടെ വിഷയത്തിൽ അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പറയാനുള്ളത്? വിൻസി ഒരു പരാതി നൽകുന്നു. ഞാൻ പറഞ്ഞത് ഈ രണ്ട് കാര്യമാണ്. ഒന്ന്, ഇപ്പൊ വിൻസി പറഞ്ഞ കാര്യം വളരെ നന്നായി, വിൻസി ചെയ്തത് സൂപ്പറാണ്, വിൻസി ചെയ്ത് അടിപൊളിയാന്നായി. ഇത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്തരത്തിൽ മാറ്റം വന്നതെന്ന് മനസ്സിലാവും. ഒരുപാട് ആളുകൾ പ്രതിഷേധമായിട്ടും പ്രതികരണമായിട്ടും വന്നു. അതിൻ്റെയും കാരണം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഞാനേ അല്ല, ഇത് വേറെ ഏതോ ഞാൻ എന്നുള്ള രീതി പുള്ളിക്കാർ സംസാരിക്കുന്നുണ്ട്, കേൾപ്പിച്ചുതരാം. അയാള് പിന്നെ ഞാനിങ്ങനെ വേഷം മാറട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇയാൾ കൂടെ വരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിപ്പോയി. അപ്പൊ ഞാൻ അതിന്റെ മനസ്സിലുണ്ടായിരുന്നു, പിന്നെ വിൻസിയെ പോലെ ഇത്രയും മിടുക്കിയായിട്ടുള്ള സ്റ്റേറ്റ് അവാർഡൊക്കെ ഒരു വാങ്ങിച്ച പെൺകുട്ടി സിനിമ പോലെ മേഖലയിൽ പബ്ലിക്കായിട്ട് പറഞ്ഞു വിൻസി എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ പബ്ലിക്കായിട്ട് ചോദിച്ചാൽ അപ്പൊ തന്നെ പ്രതികരിക്കണം പബ്ലിക്കായിട്ട്. അതായത് സിനിമയിൽ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, അതുപോലെ വിൻസിയെ പോലെ തന്നെ അവാർഡൊക്കെ കിട്ടിയ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ പോടാന്ന് പറയണം. മറ്റൊരാൾ എങ്ങനെ പറയണം നമുക്കറിയത്തില്ല. അതായത് ഒരു പുരുഷന് അശ്ലീലമായ പരാമർശം നടത്തി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചെങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിന്റെ മാനദണ്ഡമായിട്ട് സിനിമയിൽ ലഭിച്ച അവാർഡുകളാണ് മുഖ്യം. ബിഗിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളെ രേഖപ്പെടുത്താം. വിശദമായ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, പറ്റുന്നവരെ അതും കാണാം.